അങ്ങനെ അവർ അവിടെ ഈ മക്കാമിലെ ഈ വിരിച്ചിട്ടുള്ള ഈ പച്ച തുണിയുണ്ട്. ഈ പച്ച തുണി ഇങ്ങനെ പിടിച്ചവർ കരയും. വല്ലാഹി ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് അവിടെയാണ്, അള്ളാഹുടെ മുന്നിലല്ല. കാരണം നമ്മൾ പഠിച്ച് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാൽ അള്ളാഹ് എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മൾ പറഞ്ഞിരുന്നത് യാ മൗല എന്നായിരുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ലേ? നമ്മളിപ്പോൾ യാ അള്ളാഹ് എന്ന് പറയേണ്ട നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു യാ മൗല എന്നായിരുന്നു. കാരണം ഇത് ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവർക്കും എന്നെ അറിയുന്നവർക്കും ചിലപ്പോൾ അറിയാം. കാരണം അതുപോലെ അർത്ഥത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആലയുടെ വലിയ തൗഫീഖ് കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പോയ സമയത്ത് ആദ്യമൊന്നും അങ്ങനെ ഒരു ഇത് അനുഭവപ്പെട്ടിട്ടില്ല. രണ്ടാമത് പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ഖബറാളിയോട് നേരിട്ട് ദുആ ചെയ്യുന്ന, അദ്ദേഹം ദുആ ചെയ്ത് ഞാൻ ആമീൻ പിടിക്കും. അതാണല്ലോ അന്ന് നമ്മൾ ചെയ്തതിന് സിസ്റ്റം തന്നെയാണല്ലോ. അങ്ങനെ അദ്ദേഹം ആമീൻ, ഇപ്പോൾ ആള് ദുആ ചെയ്യുന്ന നേരെ ഈ മൗലാനോടാണ്. ഈ മൗലാന്റെ പ്രശ്നങ്ങൾ ദുആ ചെയ്യണം, മൗലാന്റെ പ്രയാസങ്ങൾ പരിഹരിച്ചു തരണേ, നിനക്കെല്ലാം അറിയുന്നവനല്ലേ എന്നുള്ളൊരു തോന്നല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ നിന്ന് പിന്നിലേക്ക് കുറച്ച് വലിഞ്ഞു നിന്നു. ഞാൻ കൈകൾ താത്തി, ഞാൻ ആമീൻ പറയാൻ നിന്നില്ല. കാരണം എൻ്റെ